നമസ്തേ. ഇന്ന് മാർച്ച് 30. നിറങ്ങളും വികാരങ്ങളും മനുഷ്യ സങ്കടങ്ങളും ഒരേ ബിന്ദുവിൽ സന്ധിക്കുന്ന ഒരു ദിനം. വിശ്വപ്രസിദ്ധ ചിത്രകാരൻ വിൻസെന്റ് വാൻഗോഗിന്റെ ജന്മദിനമാണ് മാർച്ച് 30. തന്റെ ഉന്മാദങ്ങളെയും വിഷാദങ്ങളെയും ചായക്കൂട്ടുകളാക്കി മാറ്റിയ ആ കലാകാരന്റെ സ്മരണയിലാണ് നാം ലോക ബൈപോളാർ ദിനം ആചരിക്കുന്നത്. അന്ധവിശ്വാസങ്ങളുടെയും ഭയത്തിന്റെയും ഇരുളിലായിരുന്ന ഒരു മാനസികാവസ്ഥയെ തിരിച്ചറിവിന്റെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇന്റർനാഷണൽ ബൈപോളാർ ഫൗണ്ടേഷൻ ഈ ദിനം നമുക്കായി സമർപ്പിക്കുന്നു. എന്താണ് ബൈപോളാർ ഡിസോർഡർ? ഇത് കേവലം മാറിമറിയുന്ന ഒരു മാനസികാവസ്ഥയല്ല, നമ്മൾ മൂഡ് സ്വിംഗ് എന്നൊക്കെ പറയും. മറിച്ച് മനസ്സിന്റെ രണ്ട് തീവ്ര അവസ്ഥകൾക്കിടയിലുള്ള നൂൽപാലത്തിലൂടെയുള്ള യാത്രയാണ്. ഒരു ഭാഗത്ത് ഉന്മാദം, മറുഭാഗത്ത് വിഷാദം. ഉന്മാദം അഥവാ മാനിയ ചിന്തകൾക്ക് വേഗത കൂട്ടുന്ന അതിരുകളില്ലാത്ത ഊർജവും സർഗാത്മകതയും തിരതല്ലുന്ന അവസ്ഥയാണ്. അതിയായ ആനന്ദത്തിന്റെ അവസ്ഥയാണ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ഉന്മാദ അവസ്ഥയാണ്. ഇനി ഇങ്ങേക്കരയ്ക്കോ വിഷാദം അഥവാ ഡിപ്രഷൻ, അഗാധമായ നിശബ്ദതയിലേക്കും ശൂന്യതയിലേക്കും മനസ്സ് ആണ്ടുപോകുന്ന അവസ്ഥയാണ്. കടൽ പോലെ പ്രക്ഷുബ്ധമായ ഈ മാനസികാവസ്ഥകൾക്കിടയിൽ ഉലയുന്ന ജീവിതങ്ങളെ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ഇതിൽ തിരിച്ചറിയേണ്ട ചില സത്യങ്ങളുണ്ട്. ബൈപോളാർ ബാധിതർ എന്ന് പറയുന്നവർ ജീവിതത്തിൽ തകർന്നു പോയവരോ അപൂർണരോ അല്ല. സ്നേഹവും കൃത്യമായ ചികിത്സയും ലഭിച്ചാൽ വാൻഗോഗിനെ പോലെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ളവരാണവർ. നമ്മുടെ പിന്തുണയാണ് അവരുടെ ലോകത്തെ സുരക്ഷിതമാക്കുന്നത്. എന്തുകൊണ്ട് ഈ ബോധവൽക്കരണം എന്ന് ചോദിച്ചാൽ, രോഗത്തെക്കാൾ വേഗത്തിൽ മനുഷ്യനെ തളർത്തുന്നത് സമൂഹത്തിന്റെ കുറ്റപ്പെടുത്തലുകളും അവഗണനയുമാണ്. സഹതാപമല്ല, മറിച്ച് സഹാനുഭൂതിയാണ് അവർക്ക് ആവശ്യം. നമ്മുടെ ഒരു ചെറിയ മാറ്റം വഴി ഒരുപാട് കാര്യങ്ങൾ സാധ്യമാക്കാൻ കഴിയും. ശരിയായ സമയത്തുള്ള വൈദ്യസഹായം, ഒറ്റപ്പെടലില്ലാത്ത സാമൂഹിക ജീവിതം, അന്തസ്സോടുള്ള നിലനിൽപ്പ്. നമുക്ക് ഭാഷ മാറ്റാം, നമ്മുടെ മനോഭാവം. അവർക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് അകറ്റി നിർത്തുന്നതിന് പകരം നമുക്കവരെ കേൾക്കാം എന്ന് മാറ്റി ചിന്തിച്ചാലോ? വിധികർത്താക്കളാകുന്നതിന് പകരം, ജഡ്ജ് ചെയ്യുന്നതിന് പകരം നമുക്കവരെ ചേർത്ത് പിടിച്ചാലോ? പരിഹാസത്തിന് പകരം കരുതലിന്റെ മരുന്ന് നൽകിയാലോ? ഈ ലോക ബൈപോളാർ ദിനത്തിൽ നമുക്ക് പുതിയൊരു തീരുമാനമെടുക്കാം. ഭയമില്ലാതെ നമുക്ക് മാനസിക ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയണം. ആരും തനിച്ചല്ല. മനസ്സിന്റെ നിഗൂഢതകൾ നമുക്കെല്ലാവർക്കും പങ്കുള്ളതാണ്. വിധിക്കപ്പെടാത്ത, സ്നേഹിക്കപ്പെടുന്ന മനസ്സുകളുടെ ഒരു ലോകത്തിനായി നമുക്ക് കൈകോർക്കാം. ലോക ബൈപോളാർ ദിനാശംസകൾ.